കെ.എസ്. കൃഷ്ണപിള്ളയുടെ 75ാമത് രക്തസാക്ഷി ദിനാചരണവും CPIM കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. 1950-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു തൊടുപുഴ. തൊടുപുഴയിൽ ആരംഭിച്ച ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു സഖാവ് K.S. കൃഷ്ണപിള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമുണ്ടായിരുന്ന കാലം പോലീസ് പിടിയിലായ കൃഷ്ണപിള്ളയെ കൂടെയുള്ള പ്രവർത്തകരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാണ് കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കിയത്. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് 1950 നവംബർ 27-ന് കൃഷ്ണപിള്ള രക്തസാക്ഷിയായി. K.S. കൃഷ്ണപിള്ളയുടേത് മരിക്കാത്ത ഓർമ്മകളാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നമുക്ക് രണ്ട് ധീരരായ പോരാളികൾ നഷ്ടപ്പെട്ടു, സഖാബാബുവും ചാത്തുക്കുട്ടിയും. പോലീസ് പട്ടാള വിഭാഗത്തിന് രണ്ടുപേർ, കുട്ടിക്കൃഷ്ണമേനോനും ഗോപാലൻ നായരും. മർദ്ദക വീരനാണ് കുട്ടിക്കൃഷ്ണമേനോൻ. അവരുമായിട്ട് ജനങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു. ആ ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് KPR ഗോപാലനെ തൂക്കാൻ വിധിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അന്ന് KPR ഗോപാലനെ തൂക്കിക്കൊല്ലരുത് എന്ന അതിശക്തിയായ ക്യാമ്പയിൻ കേരളത്തിലുടനീളം നടക്കുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പൊക്കുന്നത്. പാലക്കാട് കോൺഗ്രസ് അല്ല, വർഗീയവാദികളും കോൺഗ്രസും ചേർന്ന മഴവിൽ സഖ്യമാണ് വിജയിച്ചത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു എന്ന് വാർത്ത വരുന്നതിന് മുമ്പ്, വാർത്ത വന്നപ്പോഴാണ് ഞാൻ പത്രക്കാരെ കണ്ടത്. വാർത്ത വരുന്നതിന് മുമ്പ് അവിടെ നിരവധി മേഖലയിൽ പ്രകടനം നടത്തി. ആരാ? UDFകാരല്ല പ്രകടനം നടത്തിയത്, SDPI. ആ SDPI പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 10,000 വോട്ട് UDFന് നൽകിയിട്ടുണ്ട്. 10,000 വോട്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലാണ് കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം M.V. ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. KK ജയചന്ദ്രൻ, MM മണി, CV വർഗീസ്, KP മേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി.